അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം ഞാനിന്നിവിടെ കണ്ണന് വരാടി എന്നൊക്കെ പറയും, പിന്നെ പാടത്തു നിന്നൊക്കെ പിടിക്കണ മീനുണ്ടല്ലോ, അത് 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് കറിയും വെക്കാം, കുറച്ച് പൊരിക്കും ചെയ്യട്ടെ. ഇതാണ് ആ മീൻ. അപ്പോൾ കുട്ടികൾ പിടിച്ച് കൊടുന്നാണ്, അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് വാങ്ങിയ കേട്ടോ പൈസക്ക്. ഈ 2 175 ഉറുപ്പ്യാണ് അവർ വാങ്ങിയത്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ മീനിനും വില തന്നെയല്ലേ. അപ്പോൾ നമ്മളിതായിട്ടൊന്ന് കറി ഉണ്ടാക്കട്ടെ. കുറേ കാലങ്ങളായിക്കണം നമ്മൾ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ട്. പണ്ടൊക്കെ എപ്പോഴും ഈ കാലമാകുമ്പോൾ എല്ലായിടത്തും കുളങ്ങളുള്ളതല്ലേ, അപ്പോൾ കുളം വാർത്ത് പിടിക്കുമായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി ഞാൻ അങ്ങനെ തൊലിച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ 2 ഇല്ലി കുടംപുളിൻ്റെ പീസ്, ഒരു തക്കാളി, വേപ്പിൻ്റെ ഇല. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരക്കുക കേട്ടോ. ഒരു ചെറിയ മുറി തേങ്ങ അങ്ങനെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് വലിയ ജീരകവും 2 തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് അധികം ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും കൂടെ നമുക്ക് നല്ലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങ വറുത്തരച്ചാണ്ട് കുറച്ച് ഞാൻ വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. വറുത്തരച്ചാണ്ട് ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴയ ഓർമ്മകളാണ് ഇതൊക്കെ കേട്ടോ. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മളിങ്ങനെ കണ്ണന് കറി വെച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ 2 മുറിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ട്. ഇതിന് കുറച്ച് നമുക്ക് കറിയും വെക്കാം, കുറച്ച് പൊരിക്കും ചെയ്യാം കേട്ടോ. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യം കുറച്ച് ഉലുവയാണ് ഇടുന്നത് കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ ഉലുവ നല്ലൊന്ന് പൊട്ടി വരുന്ന നേരത്ത് നമുക്ക് വേപ്പിൻ്റെ ഇലയും പിന്നെ വേറെ ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പണ്ട് നമ്മളമ്മമാരുണ്ടാക്കുന്ന കറി കേട്ടത്, എൻ്റെ അമ്മയൊക്കെ നല്ല ഉണ്ടാക്കിയെന്ന് കറി. അന്നത്തെ കറിയാണിത്. ഇപ്പോൾ ഉള്ളവർക്കും കണ്ണൻ കറി വെക്കുക എന്ന് പറഞ്ഞാലും അല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു വിധം ഉള്ളവർക്കൊന്നും ഇത് എന്ത് മീനാണെന്നാണ് ചോദിക്കുക. കുട്ടികളൊക്കെ പിന്നെ അവിടെയും ഇവിടെയൊക്കെ പോയി നോക്കിയിട്ട് കണ്ടിട്ട് പറയുന്നതെന്നൊക്കെ. അപ്പം നമുക്ക് ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുത്തില്ല, ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പൊട്ടി വരട്ടെ. പണ്ടൊക്കെ നമ്മളവിടെ എല്ലായിടത്തും കുളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ വേനൽക്കാലം ഇങ്ങോട്ട് വന്നാൽ കുളം കിളക്കും കേട്ടോ. പിന്നെ കുളത്തിലെ വെള്ളം മെഷീൻ അടിച്ചുകൊണ്ട് വറ്റിച്ചിട്ട് പിന്നെ മീൻ പിടിക്കും. നല്ല രസമായി അന്നത്തെ കാലം. അപ്പോൾ അതൊന്നുമില്ല. ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചും എല്ലാതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി കിടന്ന് വഴണ്ടി വേട്ടട്ടാ. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് പൊരിക്കാനുള്ളതിന് മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ മീൻ മസാല തേക്കാൻ വേണ്ടി ഞാൻ കാശ്മീർ മുളകാണ് ഇട്ടുള്ളത്. അത് 1 സ്പൂണ്, 1.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ 1 സ്പൂണ് പൊടി, ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് കുറച്ച് പിന്നെ സുർക്ക ഒഴിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഉള്ളി അവിടെ വാടി നല്ലതായി വന്നിട്ടുണ്ട് കേട്ടോ, മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ആ ഉള്ളി കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇതിലേക്ക് അധികം മല്ലിപ്പൊടി പറ്റൂല കേട്ടോ. 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊണ്ട് നമുക്ക് നല്ലൊന്ന് ഇങ്ങോട്ട് എണ്ണയിട്ടൊന്ന് വഴറ്റിയാണ്ട് ഞാൻ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിക്കാണ്ട് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് തക്കാളി ഒഴിച്ചെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടണമെങ്കിൽ. പാടങ്ങളിലൊക്കെ ഉണ്ടപ്പോൾ ഈ വലിയൊരു മഴ 2 ദിവസം പെയ്തില്ലേ, അപ്പോൾ ഈ പാടത്തൊക്കെ വെള്ളം കയറിയത് കൊണ്ടാണ് കേട്ടോ കുട്ടികൾക്ക് ഇത് കിട്ടിയത്. ഇനിയും കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടെന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവരില്ല.
അപ്പോൾ നമ്മൾ തക്കാളി ഒക്കെ ഒഴിച്ച് നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അധികം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 ചെറിയ കുടംപുളിൻ്റെ പീസാട്ടാ. വലുതിട്ടുണ്ടെങ്കിൽ പുളി കയറും, ഇത് ഓവർ പുളി പറ്റൂല. അപ്പോൾ ചെറിയ 2 പീസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ തീക്കാണ്ട് ഒഴിച്ച് കൊടുത്താണ്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് മീനിൻ്റെ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതവിടെ കിടന്ന് തിളക്കട്ടെ. ആവശ്യത്തിലുള്ള 1 സ്പൂണ് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടെ നല്ല മസാല അതൊക്കെ പാടി നല്ല വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കട്ടെ. ഞാനും അവിടെ എടുത്ത് വെച്ച മസാലയൊക്കെ നമുക്ക് കുറച്ച് സുർക്ക ഒഴിച്ചുകൊണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് മീൻ ഇതിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചാൽ നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് നേരം അത് അവിടെ ഇരുന്നോട്ടെ, മസാല പിടിച്ചാവും നല്ല മീനിലൊക്കെ. തുള്ളിയും കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ, തൈര് കേട്ടോ. വെള്ളം ഏറി കഴിഞ്ഞാൽ പിന്നെ മസാല മീൻമ പിടിക്കൂല, അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കി നോക്കി ഒഴിച്ച് കൊടുത്തത് കേട്ടോ. കാശ്മീരി മുളക് ആയതുകൊണ്ട് പിന്നെ മുളക് നല്ല കളറുണ്ടാവും കേട്ടോ. ഞാൻ മീനിങ്ങനെ പൊരിക്കാളിലേക്ക്, ചിക്കൻ പൊരിക്കാളിലേക്കൊക്കെ ഈ മുളകാണ് ചേർക്കൽ. മറ്റേ സാധാ മുളക് കേട്ടോ കറിക്ക്. ഇനി ഇതെല്ലാതും കൂടെ നല്ലൊന്ന് മീനുമ്മലൊക്കെ വരുത്തി പിടിപ്പിക്കട്ടെ. അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവട്ടെ. നമുക്ക് നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് ആ പാത്രത്തേക്ക് വെച്ച് കൊടുക്കട്ടോ. കുറച്ച് നേരം ഇരുന്നാൽ നല്ല മീനുമക്ക് എരും പുളിയൊക്കെ നല്ല പിടിക്കൂട്ടോ. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. നമുക്ക് ഓരോന്ന് ഇതിലേക്കാണ്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ മസാല ഞാൻ കറിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി കൊടുത്ത് വേസ്റ്റാക്കി കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കറി നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിന് മീനിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക, കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. തലയും വാലും പിന്നെ 2-3 കഷ്ണങ്ങളും അങ്ങനെ കറിയിലിടാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കിതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലവരിത് മസാലക്കറി പോലെ അങ്ങനെ വെക്കും, പിന്നെ എന്നിട്ട് അച്ചടിക്ക് പിന്നെ കഴിക്കലാണ്. നമ്മൾ പിന്നെ പണ്ടേ ഉള്ളതാണ് ഇങ്ങനെ കണ്ണം കിട്ടിയാൽ വറുത്തരക്കൽ. ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ കണ്ണിന് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വറുത്തരക്കും. കുളം പിടിച്ചാൽ എല്ലാ വീട്ടുകൾക്കും ഊരി വെക്കും മീൻ. എന്നിട്ട് അന്ന് എല്ലാവരുടെ വീട്ടിലും ഇതന്നെ ആവും. ഇപ്പോഴത്തെ മാതിരി അന്ന് ഫ്രിഡ്ജിലൊന്നും വെക്കില്ല അല്ലേ, ഫ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇഞ്ചി വെള്ളമാണെങ്കിൽ ബക്കറ്റിൽ വെള്ളത്തിലിട്ടാണ്ട് വെക്കും, എന്നിട്ട് പിറ്റേന്ന് എടുക്കും. ഇനി നമുക്കിതൊന്ന് നല്ലൊന്ന് മൂടി കത്തിക്കട്ടാ, അപ്പോൾ ഒക്കെ ഒന്ന് ഒതുങ്ങും. അപ്പം അങ്ങനെ ചൂട് കയറായിട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിളക്കലൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കട്ടാ. പണ്ട എല്ലാ മീനും നല്ല ഒതുങ്ങി വെന്ത് വരുന്നുണ്ട്. നമുക്ക് വെന്തുക്കണമെന്ന് നോക്കാം. വെള്ളം അധികം ഇല്ല, ഞാൻ അധികം വെള്ളം വെക്കാതെ നമ്മളിനി തേങ്ങ കൊയ്ക്കാനുള്ളതല്ലേ. മീൻ വെള്ളം കുറവായതുകൊണ്ട് അടിയിലിങ്ങനെ മീൻ ഒട്ടി പിടിക്കണ മാതിരി. ഒന്നും കൂടെ നമുക്ക് ഒന്ന് മൂടി കത്തിക്കട്ടാ, നോക്കട്ടെ മീൻ എന്താ പാട്, വെന്തിക്കണമെന്ന്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കത്തിച്ചെടുക്കാം. മീൻ വേവ് കുറവാട്ടാ, വെന്തിട്ടില്ല വേവുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു പച്ചച്ചോയ ഉണ്ടാവും വേവാതെ നമ്മൾ ഇതെടുത്താൽ. ഒന്നും കൂടെ മൂടി കൊടുക്കട്ടെ കേട്ടോ. ഒരു 2 തുള്ളലും കൂടെ തുള്ളിയാൽ മതി, തോനൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് തുറന്ന് നോക്കട്ടെ. ഞാൻ ആ തേങ്ങ വറുത്ത് വെച്ച് നല്ല അരച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കാം.
എല്ലാം കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. മീൻ ഉടയാതെ നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ കറി. നമുക്ക് ചായൻ്റെ എന്ത് കടിക്കായാലും ചോർക്കായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓവർ പുളിയാവാൻ പാടില്ല കേട്ടോ. ആവശ്യത്തിലുള്ള പുളിയെ പാടുള്ളൂ. വറുത്തരക്കണല്ലേ. അപ്പോൾ നമ്മളെ കറി ഇങ്ങനെ തുള്ളി വരുന്നുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പൊടിപ്പട്ടിട്ട് ആദ്യം കല്ലിപ്പിട്ട് ഇപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇതാവില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആ കല്ലിപ്പിൻ്റെ കല്ല് അവിടെ കൊടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ പൊടിപ്പിട്ട് കൊടുത്തത് കേട്ടോ. നല്ല തുള്ളിയിൽ നമ്മളത് ഇറക്കി വെക്കും. നല്ല തുള്ളി വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇപ്പോൾ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. എന്തോ ഒരു ഇവിടെയൊക്കെ മണം കേട്ടോ. നല്ല മണമുണ്ട് ഇവിടെയൊക്കെ. അടുക്കള മൊത്തത്തിൽ ഇതിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും ഒരേമാതിരി തുള്ളി കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കി കൊടുക്കട്ടെ. ഉപ്പും പുളിയും ഒക്കെ പാകാട്ടാ. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനും വറുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന സാധനമല്ലേ ഒന്നെങ്കിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കിത് കിട്ടൂല. കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് നോക്കുക. ഞാൻ എല്ലാവരോടും അസ്സലാമു അലൈക്കും.